എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർ അവരവരുടെ കാലയളവുകളിൽ പഞ്ചായത്തിൽ യാഥാർത്ഥ്യമാക്കിയ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പദ്ധതികൾ മുതലായവ പങ്കുവയ്ക്കുകയാണ് കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന എന്റെ പഞ്ചായത്തിലൂടെ. ഇന്ന് നമുക്കൊപ്പമുള്ളത് പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ലതാ മോഹൻ, എറണാകുളം ജില്ലയിലെ ആലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് PM മനാഫ് എന്നിവരാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ലതാ മോഹനുണ്ട്. നമസ്കാരം ശ്രീമതി ലത. ഇതുവരെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് പങ്കുവയ്ക്കാമോ? നമസ്കാരം. ഞാൻ 2020 തെരഞ്ഞെടുപ്പിലാണ് പഞ്ചായത്തിലേക്ക് കടക്കുന്നത്. വടശ്ശേരിക്കര പഞ്ചായത്തില് നമ്മുടെ വടശ്ശേരിക്കര പഞ്ചായത്തിന് 15 വാർഡുകളാണുള്ളത്. 15 മെമ്പർമാരും ഉണ്ട്. ഈ കാലയളവിൽ നമ്മൾ സേവന ഉൽപാദന മേഖലകളിലൊക്കെ ആയിട്ട് ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്നു. അതില് നമ്മളുടേതൊരു കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയിൽ തന്നെ റബ്ബറാണ് കൂടുതലായിട്ട് അവിടെ കൃഷി ചെയ്തു വരുന്നത്. മറ്റു വിളകളും സാമാന്യമായി ഉൽപ്പാദിപ്പിച്ചു വരുന്നു. എങ്കിൽ പോലും വന്യമൃഗങ്ങളുടെ ശല്യം ഉള്ളതുകൊണ്ട് നമുക്ക് മറ്റു വിളകൾ ധാരാളമായി ഉൽപ്പാദിപ്പിക്കാനാവുന്നില്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും നമ്മളുടെ മറ്റ് ഘടക സ്ഥാപനങ്ങൾ വഴിയുള്ള വിതരണം വളരെ നല്ല രീതിയിൽ തന്നെ നടത്തി വരികയാണ്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഒരു MCF വലുത് നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അതുപോലെ തന്നെ ചെറിയ MCFകൾ എല്ലാ വാർഡുകളിലുമുണ്ട്. അവയൊക്കെ പരിപാലിക്കുന്നതിനായിട്ട് ഹരിതകർമ്മസേന, നമുക്ക് 10-28 പേര് ഹരിതകർമ്മസേന പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ പദ്ധതികളിൽ ഉൾപ്പെടുത്തി ആടുകളെ നൽകുക, അതുപോലെ കുറ്റിക്കുരുമുളക് വിതരണം, വാഴകൃഷി, അങ്ങനെയുള്ള പതിവ് പ്രോജക്റ്റുകളെല്ലാം നടക്കുന്നുണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട്. തീർച്ചയായും കൃഷിക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്താണ്, മലയോര മേഖല കൂടിയാണ്. അത്തരത്തിൽ കർഷകർ ധാരാളമുള്ള കൃഷിക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണിത്. അപ്പോൾ ഇത്തരത്തിൽ വന്യമൃഗ ശല്യം ഉൾപ്പെടെ അവിടെ നടക്കുന്നുണ്ട് എന്ന്, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നു. അതോടൊപ്പം ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ നടപടികളാണ്, മാർഗങ്ങളാണ് നിലവിൽ സ്വീകരിച്ചു വരുന്നത്? നമ്മള് പന്നി ധാരാളമായിട്ട് കൃഷി നശിപ്പിക്കുന്നതിന് ചെയിൻ ലിങ്ക് പദ്ധതി ജില്ലാ പഞ്ചായത്തുമായി ചേർന്ന് നടത്തിയിട്ടുണ്ട്. അതുപോലെ സോളാർ പദ്ധതി നടത്തി വരുന്നുണ്ട്. അതും ജില്ലാ പഞ്ചായത്തുമായിട്ട് ചേർന്നാണ് നടത്തി വരുന്നത്. തന്നെയുമല്ല, ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു. ഈ വർഷവും ചെയിൻ ലിങ്ക് പദ്ധതി നടപ്പാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. അത് കുറെ പേർക്ക് കൃഷി ചെയ്യാനുള്ള ഒരു അവസരം, അവരുടെ വിളകൾ ലഭിക്കാനുള്ള ഒരു അവസരവുമായി കരുതപ്പെടുന്നു. ഈ വന്യജീവി ശല്യം എന്ന് പറയുമ്പോൾ ഈ ആന ഉൾപ്പെടെയുള്ള വന്യമൃഗ ശല്യമാണോ നേരിടുന്നത്? ആന, പന്നി മുതലായവയാണോ അവിടെ ഉള്ളത് പ്രധാനമായും? ഉണ്ട്. ആനയുണ്ട്, പന്നിയുണ്ട്, പോത്തുണ്ട്, മ്ലാവുണ്ട്, കുരങ്ങ് ശല്യം ധാരാളമായിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ മൃഗങ്ങളും തന്നെ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. വടശ്ശേരിക്കരയുടെ എല്ലാ വാർഡുകളിലും തന്നെ ഒരു 3/4 വാർഡുകളിലും ഈ ശല്യങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും ഇത്തരത്തിൽ ഈ വന്യമൃഗ ശല്യത്തെ നേരിടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. ഈ കാർഷിക മേഖലയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നത് കൊണ്ട് തന്നെ ഈ വെള്ളത്തിനും, അതോടൊപ്പം തന്നെ കുടിവെള്ളമാണെങ്കിലും ശരി, അതല്ലെങ്കിൽ കൃഷിക്ക് ഉപയോഗിക്കുന്ന വെള്ളത്തിലാണെങ്കിലും ശരി, അത്തരത്തിൽ ഈ വെള്ളത്തിന്റെ ലഭ്യത കുറവുള്ള ഒരു സ്ഥലമാണോ ഈ പമ്പയുടെയും കല്ലാർ നദിയുടെയും തീരത്തൊക്കെ ഉള്ള ഒരു പഞ്ചായത്താണ് എന്ന് അറിയാൻ സാധിക്കുന്നു. അത്തരത്തിൽ ഈ ജലലഭ്യത എത്രത്തോളം ഉണ്ട്? കൂടാതെ തന്നെ ഇത്തരത്തിലുള്ള ജലാശയങ്ങളെല്ലാം, ജലാശയങ്ങളെല്ലാം തന്നെ സംരക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടോ നിലവിൽ പഞ്ചായത്തിൽ? നമുക്ക് 2-3 നദികൾ നമ്മുടെ പഞ്ചായത്തിലൂടെ പോകുന്നുണ്ട്. പമ്പയാർ ഉൾപ്പെടെ, കക്കാട്ടാർ ഉൾപ്പെടെ, അച്ചൻകോവിലാർ ഉൾപ്പെടെ പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് കൃഷിക്കെന്ന് പറയുമ്പോൾ കുന്നും മലയുമായിട്ട് കിടക്കുന്ന പ്രദേശങ്ങളാണ്. നമുക്ക് കൃഷിക്ക് വെള്ളത്തിന്റെ ജലലഭ്യത ഏറെക്കുറെ പ്രയാസം ഉണ്ട് എങ്കിൽ പോലും കുറച്ചൊക്കെ നമുക്ക് നടന്നു വരുന്നു എന്നുള്ളതാണ്. പൊതുകുളങ്ങളൊക്കെ നമ്മൾ നവീകരിച്ചിട്ടുണ്ട്. പൊതു കിണറുകളെല്ലാം നവീകരിച്ചിട്ടുണ്ട്.
പൊതുകുളങ്ങൾ ആളുകളുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കൃഷിക്ക് എന്നാലും പൈപ്പിലെ വെള്ളവും മറ്റുമാണ് സാധാരണ ഉപയോഗിക്കാറ് പതിവ്. കുടിവെള്ളം ലഭ്യമാകാതിരിക്കുന്ന അവസരത്തിൽ നമ്മൾ പഞ്ചായത്ത് കുടിവെള്ളം ലഭ്യമാക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരു വാട്ടർ ATM സ്ഥാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് നമ്മൾ വാട്ടർ ATM സ്ഥാപിക്കുന്നത്. അത് 1 രൂപയ്ക്ക് 1 ലിറ്റർ വെള്ളം കുടിക്കത്തക്ക വിധം ശബരിമല സീസണിലാണ് അതവിടെ നിർമ്മിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ ശബരിമലയിലേക്കുള്ള വഴിയിലെ തീർത്ഥാടകർക്കുള്ള ഒരു പ്രധാന ഇടത്താവളം എന്ന നിലയിലും ഈ ഒരു പഞ്ചായത്ത് ഒരു ഭാഗമാകുന്നുണ്ട്. ഈ ശബരിമല സീസൺ സമയത്ത് എത്തരത്തിലാണ് ഈ തീർത്ഥാടകർക്കായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം അവിടെ നടത്തി വരുന്നത്? ഈ ഒരു സൗകര്യങ്ങളെല്ലാം തന്നെ ഏതൊക്കെ രീതിയിലാണ് പ്രാവർത്തികമാക്കി വരുന്നത്? വടശ്ശേരിക്കര പഞ്ചായത്തിലെ തീർത്ഥാടന സമയത്ത് വളരെ തിരക്കനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ്. അവിടെ നമ്മൾ ലൈഫ് ഗാർഡുകളെ വെച്ചിട്ടുണ്ട്. നദികളുള്ളത് കാരണം അവിടെ കുളിക്കാനും മറ്റും ആളുകൾ ഇറങ്ങും. അപ്പോൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ലൈഫ് ഗാർഡുകളെ വെച്ചിട്ടുണ്ട്. രാവിലെ ശുചിത്വ സേന എല്ലാം റോഡുകളെല്ലാം തൂത്ത് വൃത്തിയാക്കുന്നുണ്ട്. ശുചീകരണത്തിനായിട്ട് നമ്മൾ ബോട്ടിൽ ബൂത്തുകൾ വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് ശേഖരിക്കാനായിട്ട്. അതുപോലെ മറ്റ് ജൈവ വസ്തുക്കൾ ശേഖരിക്കാനായിട്ട് മറ്റു ബോട്ടിലുകൾ വെച്ചിട്ടുണ്ട്. വെള്ളവും വെളിച്ചവും അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. വെളിച്ചം എല്ലായിടത്തും നമ്മൾ ശബരിമല തീർത്ഥാടകർക്ക് യാതൊരു പ്രയാസവും കൂടാതെ പോകത്തക്ക വിധത്തിൽ എല്ലായിടത്തും വെളിച്ചം ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അവർക്ക് അവിടെ ഒരു ടേക്ക് എ ബ്രേക്ക് നമുക്ക് സ്ഥാപിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ കാലയളവിൽ. അപ്പൊ അതും എല്ലാം നല്ല തീർച്ചയായും രീതിയിൽ ഏപ്രിൽ തന്നെ നടന്നു വരുന്നതോടുകൂടി വരുന്നുണ്ട്. തന്നെ ഈ ഒരു വിഷുവിളക്കിന്റെ ഒരു സമയം കൂടിയാണ്. അത് ഏറെക്കുറെ ഈ തീർത്ഥാടകർക്കെല്ലാം തന്നെ ഒരു വലിയ രീതിയിലുള്ള ഒരു സൗകര്യപ്രദമായിട്ടുള്ള ഒരു സേവനം തന്നെയാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ പൂർണ്ണമായും ഈ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഭാഗമായി തന്നെ കൂടുതൽ പ്രവർത്തനങ്ങൾ ആ ഒരു ഭാഗത്ത് നടത്തി വരുന്നുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഒപ്പം തന്നെ ഈ പഞ്ചായത്തിൽ മൊത്തമായും ഈ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഒപ്പം തന്നെ ഈ MCFകളും ബയോബിനുകളും എല്ലാം തന്നെ ഈ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലെല്ലാം തന്നെ സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇതുവരെ? നമ്മളെല്ലാ വാർഡുകളിലും MCF സ്ഥാപിച്ചിട്ടുണ്ട്. ഹരിതകർമ്മസേന എല്ലാ വീടുകളും കടന്നു ചെന്ന് പ്ലാസ്റ്റിക്കും മറ്റും ശേഖരിക്കുന്നുണ്ട്. അത് നമ്മൾ MCFൽ സൂക്ഷിച്ചിട്ട് ക്ലീൻ കേരളയാണ് അതെടുത്തുകൊണ്ട് പോകുന്നത്. പിന്നെ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുന്നതിനകത്തു നിന്നും ഹരിതകർമ്മസേനയാണ് ഈ സാധനങ്ങളെല്ലാം ശേഖരിച്ചു കൊണ്ടുവന്ന് MCFലേക്ക് കൊണ്ടുവരുന്നത്. MCFിലെ സാധനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി നമുക്കൊരു പുതിയ ട്രാക്ടർ വാങ്ങിയിട്ടുണ്ട്. അത് ഈ കഴിഞ്ഞ വർഷമാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. നേരത്തെ ഉള്ളതിന്റെ കാലാവധി കഴിഞ്ഞതിനാലാണ് നമ്മൾ പുതിയത് വാങ്ങിയിട്ടുള്ളത്. ഹരിതകർമ്മസേന നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം നടത്തി വരുന്നുണ്ട്. ഇനി ഒരു പുതിയ MCF കൂടെ, ഒരു വലിയ MCF പണിയാനായിട്ട് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അത് ഉടനെ തന്നെ അതിന്റെ തറക്കല്ലടിയിലും പണിയും ആരംഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് അടുക്കി വെക്കാനുള്ള ഒരു മെഷീൻ ഇപ്പൊ ഇറക്കി വെച്ചിട്ടുണ്ട് ഈ ആഴ്ച തന്നെ. തീർച്ചയായും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ മലയോര മേഖല എന്ന് പറയുമ്പോൾ തന്നെ ഈ പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ കൂടുതലുള്ള ഒരു സ്ഥലമാണോ ഇത്? അവർക്കായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏത് തരത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് പട്ടികജാതി വിഭാഗം കൂടുതലായിട്ട് ആളുകളുണ്ട്. അവർക്ക് നമ്മൾ കുടിവെള്ളം ശേഖരിച്ചു വെക്കാനായിട്ട് ടാങ്കുകൾ വിതരണം ചെയ്യുന്നു. പ്രായമുള്ളവർക്ക് കട്ടിൽ കിടക്കാനായിട്ട് വയോജനങ്ങൾക്ക്, അത് പിന്നോക്കക്കാരെന്ന് മാത്രമല്ല ജനറൽ ആളുകൾക്കും SC വിഭാഗത്തിനും പ്രത്യേകം നമ്മൾ കട്ടിലുകൾ നൽകുന്നുണ്ട്. മറ്റേ അവർക്ക് വിവാഹ ധനസഹായം SC വിഭാഗത്തിനും ST വിഭാഗത്തിനും വിവാഹ ധനസഹായം നൽകുന്നു. വീടുകൾ മെയിൻ്റനൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓരോ വാർഡിലും 4ഉം 5ഉം വീടുകൾ മെയിൻ്റനൻസ് ആയിട്ട് നമ്മൾ നൽകുന്നുണ്ട്. പഞ്ചായത്ത് ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നു? നിലവിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെയും ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി നേരിടുന്നുണ്ടോ ഈ ഒരു പഞ്ചായത്ത്? വെല്ലുവിളി എന്ന് പറയുമ്പോൾ നമുക്ക് വന്യമൃഗത്തിന്റെ ഒരു ശല്യത്തോടുള്ള ആ ഒരു കാര്യമാണ് നമ്മുടെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. അത് കൃഷിക്കാർക്ക് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ജലജീവനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയിൽപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ ഇതുവരെ? ഈ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ അടുത്ത് ഈ ഒരു പ്രശ്നം എത്തിക്കാനും അതോടൊപ്പം തന്നെ അതിന് എതിരായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ നിങ്ങൾ ഇതുവരെ സ്വീകരിച്ചിട്ടുണ്ടോ? വന്യമൃഗശല്യം നമ്മളുടെ ബഹുമാനപ്പെട്ട MLA പ്രമോദ് നാരായണൻ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ DFOയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഗവൺമെന്റിലേക്ക് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ജലജീവനുമായി ബന്ധപ്പെട്ട് നമുക്ക്
പറഞ്ഞോളൂ പറഞ്ഞോളൂ. ജലജീവനുമായി ബന്ധപ്പെട്ട് നമുക്ക് പൈപ്പുകൾ എല്ലായിടത്തും ഇട്ടിട്ടില്ല. പകുതി വാർഡുകളിൽ ഇട്ടിട്ടുണ്ട്, ബാക്കി വാർഡുകളിൽ ഇട്ട് വരുന്നേ ഉള്ളൂ. അതിന്റെ ഒരു പ്രയാസം നമുക്ക് നേരിടുന്നുണ്ട്. നമുക്കൊരു ബയോഗ്യാസ് പ്ലാന്റ് നമ്മളുടെ പഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. നമ്മുടെ അംഗൻവാടികളെല്ലാം സ്മാർട്ട് ആക്കിയിട്ടുണ്ട്. നമുക്ക് 28 അംഗൻവാടികൾ സ്മാർട്ട് ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സ്മാർട്ട് ആക്കിയ അംഗൻവാടികളുടെ മുകൾ ഭാഗം ഷീറ്റിട്ട് മറച്ചുകൊണ്ട് അതിന്റെ ബാക്കി സൗകര്യങ്ങളോട് ചെയ്തുകൊണ്ട് പകൽ വീടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. പലയിടത്തും നമ്മൾ കസേരകളും മറ്റും എത്തിച്ചു കഴിഞ്ഞു. അതിന്റെ മുകൾ ഭാഗം എല്ലാം ഷീറ്റിട്ട് കഴിഞ്ഞു. ഇനി സൈഡൂടെ മറച്ചുകൊണ്ട് അവിടെ TV പോലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വയോജനങ്ങൾക്ക് അവിടെ വന്നിരിക്കാനും പകൽ സമയം അവർക്ക് സന്തോഷകരമായി ചെലവഴിക്കാനും ഉള്ള ഒരു സാഹചര്യം ഒരുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതുപോലെ മാതൃകാപരമായിട്ടുള്ള ഒരു നമ്മളുടെ പ്രവർത്തനം തന്നെയാണ് നടത്തി വരുന്നത്. ആരോഗ്യ സ്ഥാപനങ്ങളെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഹോമിയോ ആശുപത്രി ആയാലും ഹോമിയോയിൽ നമുക്കൊരു യോഗ ട്രെയിനർ അവിടെ വർക്ക് ചെയ്യുന്നു. രാവിലെ നമ്മളുടെ ഹോമിയോ ആശുപത്രിയിൽ യോഗ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ എല്ലാ വാർഡിലും യോഗ ക്ലബ്ബുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ ആ യോഗ ക്ലബ്ബിൽ ഈ യോഗ ട്രെയിനർ തന്നെ പോയി 10ഉം 15ഉം ദിവസത്തെ ട്രെയിനിങ്ങുകൾ എല്ലാ വാർഡുകളിലും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആരോഗ്യ ആയുർവേദ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ അലോപ്പതി ഹോസ്പിറ്റലിലും വേണ്ടത്ര ക്രമീകരണങ്ങളുണ്ട്. അവിടെ എല്ലാം നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. തീർച്ചയായും. അതോടൊപ്പം തന്നെ ഈ മറ്റ് സ്ത്രീ ശാക്തീകരണം, ഈ തൊഴിൽ സംരംഭം സ്ത്രീകൾക്കായിട്ടുള്ള കുടുംബശ്രീ മുഖേനയാണെങ്കിലും ഈ തൊഴിൽ സംരംഭം പോലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് നടന്നു വരുന്നത്? കുടുംബശ്രീയുടെ നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് നടന്നു വരുന്നുള്ള ഏറ്റവും നല്ല മോഡൽ CDS ആയിട്ട് നമ്മളുടെ പഞ്ചായത്തിലെ CDSനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അവിടെ വ്യവസായത്തിന് ആവശ്യമായ ചെറിയ ചെറിയ വ്യവസായങ്ങൾക്ക് ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ലോൺ കുടുംബശ്രീ മുഖേന ധാരാളം ലോണുകൾ കൊടുക്കുന്നു. വ്യവസായങ്ങൾ നമ്മൾ കോവിഡ് സമയത്ത് നമ്മളുടെ പഞ്ചായത്തിൽ ഒരൊറ്റ വ്യവസായം പോലും ഇല്ലായിരുന്നു. എല്ലാം അടച്ചുപൂട്ടി കിടന്നിരുന്നിടത്ത് ഇന്ന് എല്ലായിടത്തും വ്യവസായം ചെറുതും വലുതുമായ ധാരാളം സ്ഥാപനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. കുടുംബശ്രീ വഴിയും അല്ലാതെയും തന്നെ. നമുക്കൊരു പ്രോജക്റ്റ് ഒരു ഇന്റേൺ ഉണ്ടായിരുന്നു നമ്മളുടെ പഞ്ചായത്തിൽ. ആ ഇന്റേൺ വന്നപ്പോൾ മുതൽ നമുക്ക് ധാരാളം ചെറിയ ചെറിയ വ്യവസായങ്ങൾ തുടങ്ങാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ കൂടാതെ ഗതാഗത യോഗ്യമായിട്ടുള്ളതാണോ? അതെ അതെ, ഗ്രാമീണ റോഡുകളെല്ലാം നല്ല രീതിയിൽ തന്നെ എല്ലാം ചെയ്തു പോകുന്നു. നമുക്ക് ഒരു 7 കോടി രൂപയോളം നമുക്ക് റോഡ് മെയിൻ്റനൻസ് ഗ്രാന്റ് ഇടത്തിൽ വരുന്നതാണ്. അപ്പൊ അതെല്ലാം തന്നെ നമ്മൾ വാർഡിന്റെ വിവിധ ഭാഗങ്ങളിലെ റോഡുകൾ വൃത്തിയാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ കലുങ്കുകൾ മാറ്റാനായിട്ടും ഓട പണിയാനായിട്ടും ഒക്കെയുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈബ്രറി, അംഗൻവാടികള്, സ്കൂളുകള് എല്ലാം നവീകരിക്കുന്നതിനായിട്ട് ഇത് ഉപയോഗിച്ചു വരുന്നു. തീർച്ചയായും. ഇനി പഞ്ചായത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്? വരും വർഷം നമുക്ക് ഒരു വലിയ MCF നിർമ്മിക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ല, ഒരു ബസ് സ്റ്റാൻഡ് ക്രമീകരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങളിലാണ് ശ്രദ്ധ വയ്ക്കുന്നത്. തീർച്ചയായും അനവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തി വരുന്നത്. പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ലതാ മോഹനനാണ് പഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ നമ്മളോട് പങ്കുവച്ചത്. വരും വർഷങ്ങളിലും ജനഹിതം ഉചിതമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ലത.